യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ വചനം കേട്ടിട്ട് നമുക്ക് എന്താ തോന്നി? എന്തു തോന്നാൻ? ഇതിൽ വലിയ കാര്യങ്ങൾ ഇഷ്ടം പോലെ കേട്ടവർക്ക് ഇത് വലിയ സംഭവമാണ് അല്ലേ? നമ്മളൊക്കെ പല വ്യക്തിയിലൂടെയും ദൈവവചനം കേൾക്കുന്നുണ്ട്, പല വ്യക്തിയിലൂടെയും ദൈവവചനം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച് തരാൻ പറയാം. നമ്മുടെ പാപത്തിന് പരിഹാരം ഈശോ ചെയ്തു കഴിഞ്ഞു, പാപമോചനം നൽകി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്? സ്വർഗരാജ്യത്തിന് യോഗ്യനായി തീരാൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുക. മണവാളം വരുമ്പോൾ മണവാളിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മണവറയിൽ പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിൽ കയറണം. അതാണ് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം. ആ വളരെ വലിയ പ്രതീക്ഷയോടെ നമ്മൾ നോക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ചില കാര്യങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം കർത്താവായിരിക്കുന്നുണ്ട്. അത് ഞാൻ തിരിച്ചിരുന്ന് കാണാൻ അറിയാൻ പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലല്ലോ, ഇന്ന് അതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ആ സർവശക്തനായ ദൈവമാണ് നമ്മളിവിടെ കൊണ്ടുവന്നതെങ്കിൽ ആ ദൈവത്തിന് അറിയാം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള പദ്ധതികളാണ്. നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അവിടെ നിന്ന് പറിച്ച് ദൈവത്തിലേക്ക് മാത്രമാക്കി നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെയും ദൈവസ്നേഹത്തെയും കുറിച്ച് ദൈവം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ മഹാസ്നേഹത്തെക്കുറിച്ച് ദൈവം നമ്മളെ പഠിപ്പിക്കുക. പിതാവായ ദൈവം എന്താ ചെയ്തതെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുക. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നോക്കിയേ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെയാണ് താനും. അപ്പൊ ചിന്തിച്ചോളണം, നമ്മളിപ്പോ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? നമ്മൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? ദൈവമക്കളുടെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മള് വീണ്ടും പുറകിലേക്ക് ചിന്തിച്ചാല് ആദ്യം വായിച്ച വചനവും ഇപ്പോഴത്തെ വചനങ്ങളും കൂടി ഒന്ന് ചേർത്തൊന്ന് തിരിച്ചിട്ടൊന്ന് വായിച്ചു നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ തിരിച്ചു ചിന്തിക്കാൻ പറഞ്ഞത്? നമ്മൾ ഓർക്കണം, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. എന്നെ അവർ ഉപേക്ഷിച്ചു എന്ന് പറയണമെങ്കിൽ എൻ്റെ കൂടെ അവര് ആദ്യം ഉണ്ടായിരുന്നു. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമ്മൾ കേൾക്കുക. ഇളയവൻ അവന്റെ സ്വത്ത് ഭാഗം വാങ്ങി അവൻ ദൂരദേശത്തേക്ക് പോയി. പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഈ വചനം നമുക്ക് കാണാൻ പറയും. ദൂരദേശത്തേക്ക് പോയി എന്ന വചനം പഠിപ്പിക്കുന്നു. ആ പറമ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വെച്ച് താമസിച്ചു എന്നല്ല പറയുന്നത്, ദൂരദേശത്ത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ വീണ്ടും വചനം വേറൊന്ന് കാണുന്നുണ്ട്. ഒരുവൻ ജെറീക്കോയിൽ നിന്നും ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്നാ പറയുന്നത്. ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പൊ ജെറുസലേം എന്ന് പറയുന്നത് അപ്പന്റെ നാടാ, സ്വർഗത്തിലെ ദൈവത്തിന്റെ നാടാന്ന് നമ്മൾ വിശ്വസിക്കാം. ജെറുസലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകം സ്ഥാപിച്ച, ജെറുസലേം ദൈവാലയം പണിത, ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്താണ്. ആ സ്ഥലത്തിനാണ് ജെറുസലേം എന്ന് പറയുക. ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യം